ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഹലോ, ആരാ? സമൃദ്ധ മേഡം അല്ലേ ഇത്? അതെ, നിങ്ങളാരാ? എന്റെ പേര് ജെനി. ഞാൻ അവന്തിക മേഡത്തിന്റെ വീട്ടിൽ നിന്ന് വിളിക്കുക. ചിപ്പി മോളുടെ ഡയറിന്നാ നമ്പർ കിട്ടിയത്. എന്തായിരുന്നു കാര്യം? ചിക്കൻ ബോക്സ് വന്ന് കിടന്നപ്പോ മേഡം ഇവിടെ വന്ന് അവന്തിക മേഡത്തിനെ നോക്കിയതൊക്കെ മോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അത്യാവശ്യമായി മേഡത്തിന്റെ ഒരു സഹായം വേണം. എന്ത് സഹായം? ചിപ്പി മോൾക്ക് നല്ല പനിയാ. അവന്തിക മേഡാണെങ്കി സ്ഥലത്തില്ല, ഒരു മീറ്റിങ്ങിന് പോയേക്ക. ഇന്നലെ മുതല് മോൾ അമ്മയോട് പിണങ്ങി കിടക്കുക. ഇപ്പോ രാവിലെ ആണെങ്കി നല്ല പനി. ആശുപത്രി പോവാന്ന് പറഞ്ഞിട്ട് മോള് സമ്മതിക്കുന്നേ ഇല്ല. എന്താ ചെയ്യണ്ടേന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല മാഡം. മേഡം അത്യാവശ്യമായിട്ടൊന്ന് വന്നാ വലിയ ഉപകാരമായിരുന്നു. മേഡം പറഞ്ഞ ചിപ്പിമോള് കേക്കും. ഇപ്പോ മോക്ക് എങ്ങനെയുണ്ട്? തൊട്ടാ പൊള്ളുന്ന പനിയാ, മൂടി പൊതച്ച് കിടക്കുക. ഞാൻ എത്ര പറഞ്ഞിട്ടും മോള് കേക്കുന്നില്ല. ശരി, ഞാൻ ഇപ്പൊ തന്നെ വരാം. ഓക്കെ മാഡം, താങ്ക് യു. അച്ഛൻ ആരെയും നോക്കുന്നേ? ആ, ചിപ്പിയെ. സാധാരണ നമ്മൾ വരുമ്പോ അവൾ ഓടി വരുന്നതല്ലേ. ഇന്നിപ്പോ എവിടെ പോയി? ചിപ്പി ചിലപ്പോ വന്നു കാണില്ല. ആരാധ്യ, എന്താ അമ്മോ? ചിപ്പി ക്ലാസ്സിലുണ്ടോ? ഇല്ലല്ലോ. ചിപ്പി വന്നിട്ടില്ലല്ലോ. ആ, എന്നാ പിന്നെ നിങ്ങൾ പൊയ്ക്കോ. ഓക്കെ, ബൈ അച്ഛാ. സച്ചേച്ച, വൈകിട്ട് കാണാവേ. ഇതുവരെ ഇല്ലാത്തൊരു മാറ്റമാ ഗോകുലിന്റെ മനസ്സിലുണ്ടായിട്ടുള്ളത്. ഇത്രയും കാലം സ്വന്തം മോളുടെ അമ്മയായിട്ട് ജീവിച്ചിട്ടും അവളെ ഭാര്യയായിട്ട് കാണാൻ അവൻ തയ്യാറായിരുന്നില്ല. എന്നാ ഇപ്പൊ അത് മാറി. സമൃദ്ധയുടെ കാര്യം നിങ്ങൾ ആരെങ്കിലും തുറന്ന് സംസാരിച്ചോ? അതാ ഇപ്പൊ ഞങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ശേഷമുള്ള സമൃദ്ധ പഴയ സമൃദ്ധയല്ല. ഇപ്പോ ഏത് സമയവും ഗോകുലിന്റെയും മോളുടെയും കാര്യങ്ങൾ മാത്രമേ അവൾക്കുള്ളൂ. ഇനിയും ഗോകുലിനെ വിവാഹം കഴിക്കണോന്ന് അവളോട് എങ്ങനെ പറയും?